ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഈ വീഡിയോനകത്ത് ഓഡിറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. കമ്പനീസ് ആക്റ്റിൽ ഓഡിറ്റർ എന്താണ്, അദ്ദേഹത്തിൻ്റെ മെയിനായിട്ട് വരുന്ന പ്രൊവിഷൻസും പവേഴ്സ്, ഡ്യൂട്ടീസ്, റിമൂവൽ, അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഓഡിറ്റർ എന്ന് പറയുന്നത് ചാപ്റ്റർ 10 പറയുന്നത്. സെക്ഷൻ 139 തൊട്ട് 148 വരെയാണ് ഓഡിറ്ററിനെ പറ്റിയിട്ട് പറയുന്നത്. അപ്പോൾ അതിൽ ഓഡിറ്ററിൻ്റെ അപ്പോയിൻമെൻറ്റ്, റിമൂവൽ, റിമ്യൂണറേഷൻ, ഡ്യൂട്ടീസ്, പവേഴ്സ് എല്ലാം പറയുന്നത് ഈ ചാപ്റ്റർ 10 139 തൊട്ട് 148 വരെയുള്ള സെക്ഷനിലാണ്. ഓഡിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു വേർഡിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുക്സ് ഓഫ് അക്കൗണ്ട് എക്സാമിൻ ചെയ്യുക എന്നുള്ളതാണ്. അതൊരു ഓതറൈസ്ഡ് പേഴ്സണാണ് ചെയ്യേണ്ടത് ഒരു കമ്പനീനകത്ത്. സോ അങ്ങനെ അതിനു വേണ്ടി, അതായത് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എക്സാമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഓതറൈസ് ചെയ്തിട്ടുള്ള ഒരു പേഴ്സണാണ് ആര്, ഓഡിറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ബേസിക്കലി ഒരു കമ്പനീനകത്ത് ക്യാപിറ്റൽ ഫർണിഷ് ചെയ്യുന്നത് എന്താ പറയുക, ഷെയർ ബൈ ചെയ്യുന്നവരിൽ നിന്നാണ്. എ കമ്പനി ക്യാരീസ് ഓൺ ബിസിനസ് വിത്ത് എ ക്യാപിറ്റൽ ഫർണിഷ്ഡ് ബൈ പേഴ്സൺസ് ഹു ബൈ ഇറ്റ്സ് ഷെയർസ്. അല്ലാതെ അതിനകത്ത് കോൺട്രിബ്യൂട്ടേഴ്സ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നതിന് ഒരിക്കലും ഒരു ഡയറക്റ്റ് കൺട്രോൾ ഇല്ല. അപ്പോൾ കമ്പനീസ് ആക്ടിനകത്ത് ഈ ഒരു ഓഡിറ്ററിൻ്റെ എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്, ഓഡിറ്റർ എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഒരു സെർവൻ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി നമ്മൾ ഈ പറഞ്ഞ പോലെ എക്സാമിൻ ചെയ്യുക എന്നുള്ളതാണ്. മെയിനായിട്ടും കമ്പനിയുടെ അഫയേഴ്സ് ഓൺ ദെയർ ബിഹാഫ് അറ്റ് ദി എൻഡ് ഓഫ് എൻ ഇയർ ആൻഡ് റിപ്പോർട്ട് ടു ദം വാട്ട് ഹി ഹാസ് ഫൗണ്ട്. അത് ഓരോ കൊല്ലത്തിലും ഓരോ എൻഡ് ഓഫ് ദി ഇയറിലും എന്തൊക്കെയാണ് എക്സാമിൻ ചെയ്ത് കമ്പനീൻ്റെ അഫയേഴ്സ് എക്സാമിൻ ചെയ്തിട്ട് റിപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് അദ്ദേഹം കണ്ടുപിടിച്ച റിപ്പോർട്ട്. സോ ദ കമ്പനീസ് ആക്ട് therefore provides for the employment of an auditor who is the servant of the shareholders and whose duty is to examine the affairs of the company on their behalf at the end of an year and report to them what he was found. ഇനി പറയുന്നത് സെക്ഷൻ 39 ആണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. സെക്ഷൻ 39 പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കമ്പനിയും ഫസ്റ്റ് ആനുവൽ ജനറൽ മീറ്റിങ്ങിൻ്റെ സമയത്ത് ഒരു ഇൻഡിവിജ്വലിനെ ആ ഒരു ഫേമിൽ ഓഡിറ്ററായിട്ട് നിയോഗിക്കണം, അപ്പോയിൻറ്റ് ചെയ്യണം. ഫസ്റ്റ് ആനുവൽ ജനറൽ മീറ്റിങ്ങിൻ്റെ സമയത്ത്. അതാണ് സെക്ഷൻ 139 പറയുന്നത്. അപ്പോൾ അങ്ങനെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ള ഓഡിറ്റർ എന്ത് ചെയ്യണം, ആ ഒരു മീറ്റിങ്ങിൻ്റെ കൺക്ലൂഷൻ തൊട്ട് ടിൽ ദി കൺക്ലൂഷൻ ഓഫ് 6th ആനുവൽ ജനറൽ മീറ്റിംഗ്, 6ാമത്തെ ആനുവൽ ജനറൽ മീറ്റിംഗ് വരെ അദ്ദേഹം തന്നെയായിരിക്കും അവിടുത്തെ ആ ഒരു ഓഫീസ് ഹോൾഡ് ചെയ്യേണ്ടത്. സോ ദ ഓഡിറ്റർ സോ അപ്പോയിൻറ്റഡ് ഷാൽ ഹോൾഡ് ഓഫീസ് ഫ്രം ദ കൺക്ലൂഷൻ ഓഫ് ദ ഫസ്റ്റ് ജനറൽ മീറ്റിംഗ് ടിൽ ദ കൺക്ലൂഷൻ ഓഫ് ഇറ്റ്സ് 6th. ഫസ്റ്റ് ആനുവൽ ജനറൽ മീറ്റിങ്ങിൻ്റെ കൺക്ലൂഷൻ തൊട്ട് 6th ആനുവൽ ജനറൽ മീറ്റിങ്ങിൻ്റെ കൺക്ലൂഷൻ വരെയാണ് ഓഡിറ്റർ എന്ത് ചെയ്യേണ്ടത്, ഓഫീസ് ഹോൾഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ആനുവൽ ജനറൽ മീറ്റിങ്ങിനാണ് നമ്മൾ ഓരോ കമ്പനിയും ഓഡിറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യേണ്ടത് എന്ന് പറയുന്ന സെക്ഷനാണ് 139. ഓക്കെ. ഇനി പറയുന്നത് വേറൊരു കാര്യം, ഓഡിറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നതിന് മുന്നേ ഒരു റിട്ടൺ കൺസെൻറ്റ് ഓഡിറ്ററിൻ്റെ കയ്യിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്യണം. അതേപോലെ തന്നെ ഓഡിറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യുകയാണ് എന്ന് പറഞ്ഞിട്ട് കമ്പനി ഇൻഫോം ചെയ്യണം ആ ഒരു അപ്പോയിൻമെൻറ്റിനെ പറ്റിയിട്ട്. അതേപോലെ തന്നെ കമ്പനി എന്ത് ചെയ്യണം, ഓൾസോ ഫയൽ എ നോട്ടീസ് ഓഫ് സച്ച് അപ്പോയിൻമെൻറ്റ് വിത്ത് ദ രജിസ്ട്രാർ വിത്തിൻ 15 days ഓഫ് ദ മീറ്റിംഗ് ഇൻ വിച്ച് ദി ഓഡിറ്റർ ഈസ് അപ്പോയിൻറ്റഡ്. ഓഡിറ്റർ അപ്പോയിൻറ്റ് ചെയ്യപ്പെടുന്ന ആ ഒരു ആനുവൽ ജനറൽ മീറ്റിംഗ് ഉണ്ടല്ലോ, അതിനേക്കാൾ 15 ദിവസം മുന്നേ ഒരു നോട്ടീസും അതേപോലെ തന്നെ രജിസ്ട്രാർ അലോങ് വിത്ത് ദി രജിസ്ട്രാർ എന്ത് ചെയ്യണം, കമ്പനി നോട്ടീസ് ഫയൽ ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഓഡിറ്ററിനെ അറിയിക്കണം. അതേപോലെ തന്നെ വിത്തിൻ 15 days ഓഫ് മീറ്റിംഗ് ഓഫ് ദി അപ്പോയിൻമെൻറ്റ് ഓഫ് ദി ഓഡിറ്റർ നോട്ടീസ് ഫയൽ ചെയ്തിരിക്കണം അലോങ് വിത്ത് ദി നോട്ടീസ് ഓഫ് സച്ച് അപ്പോയിൻമെൻറ്റ് വിത്ത് ദ രജിസ്ട്രാർ. ഓക്കെ. ഇനി നമ്മൾ പറയണത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ലിസ്റ്റഡ് കമ്പനിയാണ് എന്നുണ്ടെങ്കിൽ ഷാൽ നോട്ട് അപ്പോയിൻറ്റ് ഓർ റീ അപ്പോയിൻറ്റ് ആൻ ഇൻഡിവിജ്വൽ ആസ് ആൻ ഓഡിറ്റർ ഫോർ മോർ ദാൻ 1 term of 5 consecutive years. 1 term of 5 consecutive yearsൽ ഒരു ഓഡിറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യാനോ റീ അപ്പോയിൻറ്റ് ചെയ്യാനോ പറ്റില്ല എന്ന് പറയുന്നുണ്ട് ലിസ്റ്റഡ് കമ്പനീൻ്റെ കേസിൽ.
So when it comes to a listed company shall not appoint or reappoint an individual as auditor for more than one term of 5 consecutive years. പിന്നെ അതുപോലെ തന്നെ ഒരു ഫേം ആണെന്നുണ്ടെങ്കിലും ഇതേപോലെ ഓഡിറ്ററിന് ഫോർ മോർ ദാൻ 2 terms of 5 consecutive years അപ്പോയിൻറ്റ് ചെയ്യാനോ പാടില്ല. പിന്നെ ആൻ ഇൻഡിവിജ്വൽ ഓർ എ ഫേം ഹു ഹാസ് കംപ്ലീറ്റഡ് ഹിസ് ഓർ ഇറ്റ്സ് ടേം, ആ ഒരു കമ്പനി അല്ലെങ്കിൽ ആ ഒരു ഫേം ഓൾറെഡി ടേം എക്സ്പയർഡ് ആയി എന്നുണ്ടെങ്കിൽ അത് ആ ഒരു കമ്പനിയും ഓഡിറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യാനോ അപ്പോയിൻറ്റ് ചെയ്യാനോ എലിജിബിൾ ആണെന്ന് പറയുന്നുണ്ട്. ഇനി പറയുന്നത് ഇപ്പോൾ കാഷ്വൽ ആയിട്ടുള്ള വേക്കൻസി വരികയാണെന്നുണ്ടെങ്കിൽ ബോർഡ് തന്നെ അത് ഫില്ല് ചെയ്യും. പിന്നെ ഓഡിറ്റർ റിമൂവ് ആക്കുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം എക്സ്പയർഡ് ആയിട്ട് എക്സ്പയറായി പോകുന്ന സമയത്ത് അദ്ദേഹത്തെ എടുത്ത് റിമൂവ് ചെയ്യും. പിന്നെ അവിടെ റിമൂവലിൻ്റെ കാര്യത്തിൽ പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ ടേം കഴിയുന്ന സമയത്ത് റിമൂവ് ചെയ്യും. അത് റിമൂവ് ചെയ്യണത് വിത്തൗട്ട് സെൻട്രൽ ഗവൺമെൻറ് അപ്പോയിൻമെൻ്റ് ആയാലും മെമ്പേഴ്സിൻ്റെ അപ്രൂവൽ മതി ബൈ സ്പെഷ്യൽ റെസൊല്യൂഷൻ. പിന്നെ അതിനകത്ത് പറയണത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്ത ഓഡിറ്റർ ആണെന്നുണ്ടെങ്കിൽ വിത്തിൻ എ പീരീഡ് ഓഫ് 30 days ഫ്രം ദ ഡേറ്റ് ഓഫ് റെസിഗ്നേഷൻ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കണം, ഇൻഡിക്കേറ്റ് ചെയ്യാൻ എന്തുകൊണ്ടാണ് റിസൈൻ ചെയ്തത് എന്നുള്ളത്. റിസൈൻ ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ ആ ഒരു റിസൈൻ ചെയ്ത ഡേറ്റ് തുടങ്ങി എന്ത് ചെയ്യണം, അയാളൊരു ലെറ്റർ ഒരു റീസൺ കൊടുക്കണം വിത്തിൻ 30 days എന്ന് പറയുന്നുണ്ട്. ഇനി ഡിസ്ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ആരൊക്കെയാണ് നമ്മളുടെ ഡിസ്ക്വാളിഫൈഡ് ആവുന്നത്, അല്ലെങ്കിൽ ഞാൻ അവിടെ എഴുതിയിട്ടുണ്ടല്ലോ പേഴ്സൺസ് ഹു ആർ നോട്ട് ക്വാളിഫൈഡ് ഫോർ അപ്പോയിൻമെൻറ്റ് ആസ് ഓഡിറ്റർ. അതായത് ആരൊക്കെയാണ് അവിടെ ഡിസ്ക്വാളിഫൈ ആവുന്നത്, ഓഡിറ്റർ ആവാൻ പറ്റാത്തവരാരാന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡി കോർപ്പറേറ്റിന് പറ്റില്ല. പിന്നെ കമ്പനിയുടെ തന്നെ ഓഫീസറിനോ എംപ്ലോയിക്കോ പറ്റില്ല. പിന്നെ കമ്പനിയുടെ തന്നെ പാർട്ട്ണർക്ക് പറ്റില്ല. പിന്നെ കമ്പനിയുടെ തന്നെ ഓഫീസർക്കോ എംപ്ലോയർക്കോ പറ്റില്ല ഹു ഈസ് ഇൻ ദി എംപ്ലോയ്മെൻറ്റ്. പിന്നെ ഏതെങ്കിലും ഒരു സെക്യൂരിറ്റി ഹോൾഡ് ചെയ്യണം കമ്പനിയുടെ, അങ്ങനെ ഒരു വ്യക്തിക്കും ഓഡിറ്റർ ആവാനായിട്ട് പറ്റില്ല. ബോഡി കോർപ്പറേറ്റിന് പറ്റില്ല, എംപ്ലോയി അല്ലെങ്കിൽ ഓഫീസറിന് പറ്റില്ല, എംപ്ലോയി അല്ലെങ്കിൽ ഓഫീസർ ഇൻ ദി എംപ്ലോയ്മെൻ്റ് ഉള്ള ആൾക്ക് പറ്റില്ല. പിന്നെ പാർട്ട്ണർ ഓഫ് ഓഫീസർ ഓർ എംപ്ലോയിക്ക് പറ്റില്ല. പിന്നെ ഫൈനലി നമ്മൾ പറഞ്ഞത് സെക്യൂരിറ്റി ഹോൾഡ് ചെയ്യുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനും എന്ത് ചെയ്യാൻ പറ്റില്ല, ഓഡിറ്റർ ആവാൻ പറ്റില്ല, ഡിസ്ക്വാളിഫൈഡ് ആണ്. ഓക്കെ. പിന്നെ നമ്മൾ പറയുന്നത് പവേഴ്സ് ആൻഡ് റൈറ്റ്സ് ഓഫ് ഓഡിറ്ററാണ്. പവേഴ്സ് ആൻഡ് റൈറ്റ്സിനകത്ത് പറയുന്നത് ദി ഓഡിറ്റർ ഓഫ് എ കമ്പനി ഹാസ് എ റൈറ്റ് ടു ആക്സസ് ടു ദി ബുക്സ് ആൻഡ് അക്കൗണ്ട്സ് ആൻഡ് വൗച്ചേഴ്സ് ഓഫ് ദ കമ്പനി. കമ്പനീൻ്റെ ബുക്സും അക്കൗണ്ട്സ് വൗച്ചേഴ്സും ഒക്കെ ആക്സസ് ചെയ്യാനായിട്ടുള്ള റൈറ്റ് നമ്മുടെ ഓഡിറ്റർക്കുണ്ട്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് റൈറ്റ്. സെക്കൻഡ് റൈറ്റ് എന്ന് പറയുന്നത് ഹീ ഈസ് എൻറ്റൈറ്റിൽഡ് ടു റിക്വയർ ഫ്രം ദി ഓഫീസേഴ്സ് ഓഫ് ദ കമ്പനി. Company information and explanation for the performance of his duties and as an auditor. ഒരു ഓഡിറ്ററിൻ്റെ ഡ്യൂട്ടീസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് വേണമെന്നുണ്ടെങ്കിൽ കമ്പനീൻ്റെ ഇൻഫർമേഷനെയും എക്സ്പ്ലനേഷനും പറ്റിയിട്ട് ഓഫീസേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാം. പിന്നെ പറയുന്നത് ഹി ഹാസ് എ റൈറ്റ് ടു റിസീവ് നോട്ടീസ് ഓഫ് എനി ജനറൽ മീറ്റിംഗ് ഓഫ് ദ കമ്പനി. കമ്പനിയിൽ നടക്കുന്ന ഏത് ജനറൽ മീറ്റിംഗ് ആണെന്നുണ്ടെങ്കിലും അതിനുള്ള നോട്ടീസ് ഇദ്ദേഹത്തിന് റിസീവ് ചെയ്യാം. പിന്നെ ഈ ഒരു ജനറൽ മീറ്റിംഗ് ഏത് ജനറൽ മീറ്റിംഗ് ആണെന്നുണ്ടെങ്കിലും അത് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ റൈറ്റ് ടു റിസീവ് റെമ്യൂണറേഷൻ, അദ്ദേഹത്തിന് റെമ്യൂണറേഷൻ വാങ്ങാനുള്ള റൈറ്റ് ഉണ്ട്. സോ ഇതാണ് മെയിനായിട്ടുള്ള പവേഴ്സ് ആൻഡ് റൈറ്റ്സിനകത്ത് വരുന്നത്. ഓഡിറ്റർ ഓഫ് എ കമ്പനി ഹാസ് എ റൈറ്റ് ഓഫ് ആക്സസ് ടു ദ ബുക്സ് ആൻഡ് അക്കൗണ്ട്സ് ആൻഡ് വൗച്ചേഴ്സ് ഓഫ് ദ കമ്പനി. Entitled to require from the officers of the company information and explanation for the performance of his duties. He has a right to receive notice of any general meeting of the company. He has a right to attend any general meeting of the company. He has a right to receive remuneration. Okay. ഇനി നമ്മൾ പറയുന്നത് ഡ്യൂട്ടീസ് ആണ്. അതിൽ ഫസ്റ്റ് ഡ്യൂട്ടി ആയിട്ട് പറയുന്നത് ഡ്യൂട്ടി ടു എൻക്വയർ വെദർ ദ ലോൺസ് ആൻഡ് അഡ്വാൻസസ് മെയ്ഡ് ബൈ ദ കമ്പനി ഓൺ ദ ബേസിസ് ഓഫ് സെക്യൂരിറ്റി ആർ പ്രോപ്പർലി സെക്യൂർഡ്. ഈ എൻക്വയറി ചെയ്യാനുള്ള ഒരു ഡ്യൂട്ടി ഉണ്ട്, വെദർ എന്താണ് ഈ ലോണും അഡ്വാൻസസും എല്ലാതും പ്രോപ്പർലി സെക്യൂർഡ് ആയിട്ടുള്ള ആ ഒരു സെക്യൂരിറ്റീൻ്റെ ബേസിസിലാണോ ഉള്ളത് എന്നുള്ളത്. പിന്നെ വെദർ ദ ലോൺസ് ആൻഡ് അഡ്വാൻസസ് മെയ്ഡ് ബൈ ദ കമ്പനി ആർ ഷോൺ ആസ് ഡെപ്പോസിറ്റ്. കമ്പനി
ലോൺസും അഡ്വാൻസും ചെയ്യുന്ന സമയത്ത് അത് ഡെപ്പോസിറ്റായിട്ട് കാണിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. ഹി ഹാസ് ടു എൻക്വയർ വെദർ പേഴ്സണൽ എക്സ്പെൻസസ് ആർ ചാർജ് ടു റവന്യൂ അക്കൗണ്ട്. അദ്ദേഹം തീർച്ചയായിട്ടും എൻക്വയർ ചെയ്യണം ഈ റവന്യൂ അക്കൗണ്ടിനകത്ത് പേഴ്സണൽ എക്സ്പെൻസുകൾ ആഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. ഹി ഹാസ് ടു എൻക്വയർ വെദർ ക്യാഷ് ഇസ് ആക്ച്വലി റിസീവ്ഡ് ഓൺ ദി ഇഷ്യൂ ഓഫ് ഷെയർസ്. ഈ ഷെയർ ഇഷ്യൂ ചെയ്തിട്ട് തന്നെയാണ് ക്യാഷ് റിസീവ് ചെയ്തത് എന്ന് അയാൾ എൻക്വയർ ചെയ്യണം. ഹി ഹാസ് ടു എൻക്വയർ വെദർ ദി ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആർ പ്രോപ്പർലി മെയിൻറ്റെയിൻ. ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രോപ്പർലി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടോയെന്നും ഒന്ന് എൻക്വയർ ചെയ്യണം. ബേസിക്കലി ഇയാളുടെ ഒരു ഡ്യൂട്ടി അക്കൗണ്ട്സ് ആക്യുറേറ്റ് ആണോ എന്നുള്ളതാണ്. ഇയാൾ ഡിറ്റക്റ്റീവ് അപ്രോച്ച് എന്നുള്ളതിന് ഉപരി അല്ലെങ്കിൽ ഒരു സസ്പീഷ്യസ് ആയിട്ട് നോക്കരുത്, ക്ലിയർ ആയിട്ട് തന്നെ നോക്കണം. അയാൾക്ക് വിശ്വസിക്കാൻ പറ്റണം അയാളൊരു കമ്പനിയുടെ സെർവൻറ്റ് തന്നെയാണെന്ന് അറിഞ്ഞിട്ട്. സോ മെയിൻ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് ഡ്യൂട്ടി ടു എൻക്വയർ വെദർ ദ ലോൺസ് ആൻഡ് അഡ്വാൻസസ് മെയ്ഡ് ബൈ ദി കമ്പനി ഓൺ ദ ബേസിസ് ഓഫ് security are properly secured, whether loans and advances made by the company are shown as deposits. He has to inquire whether personal expenses are charged to revenue account. He has to inquire whether cash is actually received on the issue of shares. He has to inquire whether the books of accounts are properly maintained. So these are all about the auditors, which is coming under section chapter 10 of section 139 to 148. അപ്പോൾ നമ്മൾ ഈ വീഡിയോനകത്ത് ഓഡിറ്റേഴ്സ് ആരാണെന്ന് പറഞ്ഞു, പിന്നെ ഓഡിറ്റേഴ്സിന് വരുന്ന മെയിനായിട്ടുള്ള പ്രൊവിഷൻ പറഞ്ഞു, പിന്നെ നമ്മൾ അവരുടെ റിമൂവൽ, അതേപോലെ തന്നെ ഡിസ്ക്വാളിഫിക്കേഷൻസ് പറഞ്ഞു, പിന്നെ നമ്മൾ അതിൻ്റെ പവേഴ്സ്, ഡ്യൂട്ടീസ്, റൈറ്റ്സ് പറഞ്ഞു. ഇത്രയുമാണ് മെയിനായിട്ടും ഓഡിറ്റേഴ്സിനെ ഡീൽ ചെയ്യുന്നത് വരുന്നത്. ഐ ഹോപ്പ് യു ഗോട്ട് എൻ ഐഡിയ അബൌട്ട് ദിസ് ടോപ്പിക്. പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും എല്ലാവർക്കും അയച്ചു കൊടുക്കുക. ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ ഫോർ ദം ഓൾസോ. നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. താങ്ക് യു.